അസ്സലാമു അലൈക്കും ഗൈസ്. അപ്പോൾ നമുക്ക് ട്രെയിൻ ഇറങ്ങിയതിൻ്റെ ശേഷമുള്ള വിശേഷങ്ങൾ നോക്കാം. ഇത്രയും ദിവസം ഇടണം എന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അന്നാന്ന് തന്നെ ഇടണമെന്ന് വിചാരിച്ചതാണ്. ട്രെയിനത്തൊക്കെ അന്നാന്ന് തന്നെ ഇട്ടണമല്ലോ. ഇതെനിക്ക് അന്നാന്ന് ഇടാൻ പറ്റിയില്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ അവിടെ എത്തിയിട്ട് ഞങ്ങളിങ്ങനെ കറങ്ങാൻ പോവലും ഓരോ കാര്യങ്ങളായിട്ട് അങ്ങനെ പിന്നെ രാത്രി ആകുമ്പോഴത്തേന് നല്ലോണം ടയർഡായിട്ട് വോയിസ് ഓവർ കൊടുക്കാനുള്ളൊരു അവസരം എനിക്ക് കിട്ടിയില്ല. അതുകൊണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഡൽഹി സ്റ്റേഷനിൽ ഇറങ്ങി അവിടുന്ന് ഞങ്ങൾ ബസ്സിലേക്ക് നടക്കുകയാണ് കേട്ടോ. ഞങ്ങളെ ബസ്സിൻ്റെ പേര് കന്ന് എന്നാണ്. ഞങ്ങൾ ബസ്സിലൊക്കെ എത്തിയിട്ട് അവിടുന്ന് ഇങ്ങനെ ചുമ്മാ ഒരു വീഡിയോസൊക്കെ എടുത്തു. നല്ല തണുപ്പാട്ടോ ഡൽഹിയിൽ. തണുപ്പ് എന്ന് പറഞ്ഞാൽ ഒരങ്ങമാതിരി തണുപ്പാണ്. അതിൻ്റെ സ്ലീവ് ഒന്നും ഇട്ടിട്ട് കാര്യമില്ല. കയ്യിലേക്കൊക്കെ തണുപ്പ് ഇറങ്ങുകയാണ്. സ്ലീവും സോക്സൊക്കെ ഇട്ടാണ്. അങ്ങനെ ഞങ്ങൾ ഹോട്ടലാട്ടോ, ഇത് സജ് ഇന്ന് എന്നാണ് ഇതിൻ്റെ പേര്. അങ്ങനെ ഞങ്ങൾ ഹോട്ടലിലെത്തി. വലിയ സെറ്റപ്പ് ഒന്നുമില്ല കേട്ടോ ഈ ഹോട്ടൽ വലിയ മേനൊന്നുമില്ല. എനിക്ക് വല്ലാതെ അങ്ങോട്ട് പറ്റിയിട്ടില്ല അവിടെ വന്നിട്ട്. ഞങ്ങൾ കുറേ നേരം വെയിറ്റ് ചെയ്തിട്ട് റൂം കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ. കുറേ നേരം വെയിറ്റ് ചെയ്ത് പോയി. പിന്നെ ഞങ്ങൾ ഫുഡ് പോയി കഴിച്ചു. അതിന് ശേഷമൊക്കെയാണ് ഞങ്ങൾക്ക് റൂം കിട്ടിയത്. പിന്നെ ഞങ്ങൾ പെട്ടെന്നൊരു കഥയിൽ എല്ലാവരും കൂടി ഒരുങ്ങിക്കാണ്ട് പോവാണ്. ഈ കോസ്റ്റ്യൂമാണ് അന്ന് ഇട്ടത്. എൻ്റെ വീഡിയോസൊക്കെ ഇതിലുണ്ടാവും. അവിടെ കണ്ടൊരു ജ്വല്ലറിയാണ് കേട്ടോ. ഇത് ഒരു ജ്വല്ലറിയാണിത്. നമ്മൾ അവസാനം അങ്ങനെ ഒരു സാധനം വെച്ചതൊക്കെ കുറേ കാലമായിട്ടാണ് നിർമ്മാണം കംപ്ലീറ്റ് ആവുന്നത്. കുത്തുബ് മിനാറിൻ്റെ ചരിത്രം പറഞ്ഞതാണ് കേട്ടോ സാറ്. അത് പിന്നെ ഞാൻ മാറ്റണ്ടെന്ന് വിചാരിച്ചു. സാറിൻ്റെ വോയിസിൽ തന്നെ കിടന്നോട്ടെ എന്ന് വിചാരിച്ചു. അതായിരിക്കുമല്ലോ ഒന്നുകൂടി ബെറ്റർ. എത്രത്തോളം നിങ്ങൾക്ക് അത് മനസ്സിലാവേണ്ടെന്ന് എനിക്കറിയില്ല. എന്തായാലും മനസ്സിലാക്കാം. സാറിന് കുത്തുബ് മിനാറിൻ്റെ ചരിത്രമാണ് പറഞ്ഞത്. അങ്ങനെ കുറച്ച് വാങ്ങിക്ക് മിസ്സായിട്ടുണ്ട്. ഞാൻ വീഡിയോ എടുക്കാൻ കുറച്ച് ലൈറ്റായി. അതുകൊണ്ടാണ് ബസ് കയറി എൻ്റെ സ്വഭാവം നിങ്ങൾക്ക് അറിയാമല്ലോ. ഫുൾ കിടന്നുറങ്ങില്ലേ കയറുന്ന. അല്ല കുത്തുബ് മിനാർ എത്തോളം ഞാൻ കിടന്നുറങ്ങിക്കാണ് ഗൈസ്. പിന്നെ അവിടെ എത്തിയിട്ടാണ് എല്ലാവരും ഏകദേശം എല്ലാവരും ഇറങ്ങി. കാരണം ട്രെയിനിൽ നിന്ന് വല്ലാതെ അങ്ങോട്ട് അവർക്ക് ശരിയായില്ല. പിന്നെ ഞങ്ങൾ പുറത്തുനിന്ന് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. അപ്പോഴാണ് ഈ പട്ടിക്കുട്ടിനെ കാണുന്നത്. എനിക്ക് ഭയങ്കര ക്യൂട്ടായിട്ട് ഞാൻ അതിന് ഒന്ന് വീഡിയോ എടുത്തു. പിന്നെ ഞങ്ങൾ കുറേ വീഡിയോസും ഫോട്ടോസ് തന്നെ. പിന്നെ കുത്തുബ് മിനാർക്ക് പോകാൻ വേണ്ടി സാർമാരൊരു പോരുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി. അവിടെ നിന്ന് പറയണത് ഈ ടിക്കറ്റൊക്കെ കിട്ടിയിട്ട് നമുക്ക് ഇവിടെ എവിടെ കയറുമ്പോൾ ഇങ്ങനത്തെ ടിക്കറ്റാണ്. താജ്മഹൽ, തോമ്പ്, ഞങ്ങൾ കുറേ സ്ഥലത്തേക്ക് പോയി. അവിടെയൊക്കെ ഇങ്ങനത്തെ ടിക്കറ്റാണ് ഫുള്ള് കിട്ടണത്. ഇത് നമ്മൾ കൊടുത്തിട്ടില്ലെങ്കിൽ ഫൈനും കൊടുക്കേണ്ടി വരും. പിന്നെ ഇവിടേക്കൊക്കെ പോകുമ്പോൾ നമ്മൾ ബാക്കിൽ ട്രൈപോഡൊന്നും കൊണ്ടുപോകാത്ത ശ്രദ്ധിക്കുക കേട്ടോ. അത് കൊണ്ടുപോയിട്ട് കാര്യമില്ല, ഉള്ളിലേക്ക് കയറ്റില്ല. നമ്മൾ ബാഗൊക്കെ ചെക്ക് ചെയ്തിട്ടാണ് നമ്മൾ ഉള്ളിലേക്ക് വിടുക. നമ്മളെയും ചെക്ക് ചെയ്യും. അങ്ങനെ ബാഗ് ചെക്ക് ചെയ്തപ്പം ഇന്ത്യയിൽ ട്രൈപോഡ് ഉണ്ടായിരുന്നു. അത് ഞാൻ അവിടെ വെച്ചിട്ടാണ് പോകുന്നത്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി മുന്നോട്ടേക്ക് ഇങ്ങനെ നടക്കുകയാണ്. ഞങ്ങൾ കുത്തുബ് മിനാർ ലാസ്റ്റ് കണ്ടു ഗോയ്സ്. എന്തൊരു വലുപ്പമാണെന്ന് നോക്കി. വീഡിയോയിൽ ഫോട്ടോയിൽ കാണുമ്പോൾ അത്ര വലുപ്പം തോന്നില്ല കേട്ടോ. പക്ഷെ നേരിട്ട് കാണുമ്പോൾ ഈ സ്ഥലങ്ങളൊക്കെ നേരിട്ട് കാണേണ്ടതാണ്. എത്ര വീഡിയോസ് നമ്മൾ കാണുന്നുണ്ട് പറഞ്ഞാലും നേരിട്ട് കാണുമ്പോഴാണ് അതിൻ്റെ യഥാർത്ഥ ഭംഗി നമുക്ക് മനസ്സിലാവുള്ളൂ. എന്നാൽ സത്യം പറയാം കേട്ടോ, ഈ ഫോട്ടോയിലും വീഡിയോയിലൊന്നും എനിക്ക് അതിൻ്റെ ഭംഗി തോന്നുന്നില്ല. ഞാൻ കണ്ടോ അറബിക് കാലിഗ്രാഫിക് ആണ് അതിമുള്ളത്. കുൽവല്ലാവാണ് തോന്നുന്നുണ്ട്. എന്തായാലും നമ്മൾ ഏതോ സൂറത്താണ് അതിൽ കാലിഗ്രാഫി ആയിട്ട് വെച്ചിട്ടുള്ളത്. അതും അന്നത്തെ കാലത്ത് ഇത്ര എക്യുപ്മെൻറ്റ്സ് ഒന്നും ഇല്ലാത്ത കാലത്ത് അത് ഇത്ര ഭംഗിയിൽ കാലിഗ്രാഫിയൊക്കെ ചെയ്തു. ഇത്ര നല്ല വൃത്തിക്ക്. അതും ഒരു സ്ഥലത്ത് പോലും ഒരു ഫിനിഷിങ്ങിന് പോലും കുറവില്ലാതെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അന്നത്തെ കാലത്ത് ആൾക്കാർ സമ്മതിക്കണ വേണം. ഇന്നത്തെ കാലം എന്ന് പറയുന്നത് കുറേ എക്യുപ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും ഇന്നത്തെ ഡിസൈനേഴ്സ് ഇത്രയ്ക്ക് പോലെ കേട്ടോ. ഇത്രയും ഭംഗിയുള്ളൊരു സംഭവം ഇന്നത്തെ കാലത്തുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അവിടെയുള്ള സ്ഥലങ്ങൾ കണ്ടപ്പോൾ എനിക്ക് അങ്ങനെ തോന്നിയത്. അന്നത്തെ കാലത്ത് ബിൽഡിങ് കാണുമ്പോൾ എനിക്ക് അത്ഭുതമാണ്. അതും ഇത്രയും ഫിനിഷിങ്ങോട് കൂടി ഓരോ ഡിസൈനും ചെയ്യണമെന്നുണ്ടെങ്കിൽ എത്ര ഫോട്ടോ അവരെടുത്തിട്ടുണ്ടാവും. ഒരു എന്താ പറയുക, ഒരു എക്യുപ്മെൻറ്റ്സും ഇല്ലാതെ അടിപൊളി കേട്ടോ. ഓരോ സ്ഥലവും നമ്മൾ കാണുമ്പോഴും അടിപൊളി എന്നല്ല, അതൊന്നും പറയാനില്ല. കുറേ ഫോട്ടോ എടുക്കാനും പറ്റിയ നല്ല സ്പോട്ടുകളും കാര്യങ്ങളും ഒക്കെ അവിടെ ഉണ്ട്. പിന്നെ ഇതുപോലെയുള്ള സ്ഥലത്തേക്കൊക്കെ പോകുമ്പോൾ മാക്സിമം നമുക്ക് ഫോണില്ലാതെ പോകണതാട്ടോ നല്ലത്. എന്നാലും നമുക്ക് നേരക്കൊക്കെ കണ്ട് ആസ്വദിക്കാൻ പറ്റുള്ളൂ. നമ്മൾ ഫോട്ടോ എടുക്കണം, വീഡിയോ എടുക്കണം, അതിൻ്റെ ഇടയിൽ കൂടെ അത് കാണും വേണം, ഒക്കെ കൂടെ ആയിരുന്നു. പക്ഷെ എന്നാലും ഞങ്ങൾ മാക്സിമം ഇവിടെ എല്ലാതും കണ്ടിട്ടുണ്ട് കേട്ടോ.
നെക്സ്റ്റ് പോയത് ലോട്ടസ് ടെമ്പിൾക്കാണ്. അവിടേക്ക് പോണ വയ്ക്കുന്നാണ് ഞങ്ങൾ ഫുഡും കഴിച്ചു. അവിടെ ഒന്നും ഭയങ്കര വലിയ ക്യൂ ആയിരുന്നു കേട്ടോ. ആയിരക്കണക്കിന് ആൾക്കാരാണ് അവിടെ ക്യൂ തന്നെ നിൽക്കുന്നത്. ഞങ്ങൾ അതും കണ്ടു. അവിടെ നിന്ന് വല്ലാത്ത ഫോട്ടോസ് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. അപ്പം പഴയതാണ്. ഭാര്യയാണ് ആർക്കിടെക്ചർ കൊണ്ട് സാധനം ഇത് ഉപയോഗിച്ചിരിക്കുന്ന റെഡ് സാൻഡ് സ്റ്റോൺ ആണ്. താജ്മഹൽ മൊത്തം മാർബിളാണ്. പല കളറിലുള്ള മാർബിളുകളാണ്. റെഡ് സാൻഡ് സ്റ്റോൺ വെച്ചിട്ടാണ് സാധനം ഉണ്ടാക്കിയിരിക്കുന്നത്. ഒന്ന് ഇത് കണ്ടിട്ട് നാളെ പോയി താജ്മഹലൊക്കെ ഡിസൈനുകൾ പഴയ പോലെയാണ്. പക്ഷേ താജ്മഹൽ ഒരുപാട് എന്താ പറയുക കാലിഗ്രഫി ഒക്കെ ഉണ്ട്. അങ്ങനെ കാലിഗ്രഫി കാണാൻ കഴിയില്ല. അപ്പോൾ ഇതാണ് കാണാൻ പോകുന്നത്. ബാബറുടെ മകനാണ് ആര്? ഹുമയൂണിന്റെ മകനാണ് അക്ബർ. അക്ബറുടെ മകനാണ് ജഹാംഗീർ. ജഹാംഗീറിന്റെ മകനാണ് ഷാജഹാൻ. ഷാജഹാന്റെ മകനാണ്. അങ്ങനെ ഞങ്ങൾ നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് പോവുകയാണ് കേട്ടോ. ഹുമയൂൺ തോമ്പാണ് ഞങ്ങൾ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത്. അവിടേക്ക് പോണ വൈക്കൽ കണ്ടതാണ് ഇത് കേട്ടോ. ഹസ്രത്ത് നിസാമുദ്ദീൻ്റെ മക്ബറയാണ് അത്. ഐ ലവ് ഹസ്രത്ത് നിസാമുദ്ദീൻ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതിൽ തന്നെ അത് ചെറുതായിട്ട് കാണുന്നുണ്ട്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ചുകൂടി വന്നപ്പോൾ അവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. അങ്ങനെ ഞങ്ങൾ അപ്പോൾ ഇവർ കണ്ടില്ലേ, ഒരു സായിപ്പ മാതാവൊക്കെ ഉണ്ടായിരുന്നു. അവരെ കൂടെ നിന്ന് റീലും ഫോട്ടോ ഒക്കെ എടുത്തു. ബോയ്സ് ഇട്ടു. ഞങ്ങൾ നിന്നിട്ടില്ല, അവർ മാത്രമേ അപ്പോൾ നിന്നിട്ടുള്ളായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് ടിക്കറ്റൊക്കെ കിട്ടി. ഞങ്ങൾ ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് പോവാണ്. ഇതിൻ്റെ ഉള്ളിലേക്ക് കുറേ നടക്കാനുണ്ട് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ കൂടെ കണ്ടോ കുറേ ഗേറ്റ് കടന്നിട്ടും പിന്നെ എത്രമാതിരി പോവാണ്ട്. ഈ താജ്മഹൽ, ഹുമയൂൺ തോമ്പ് ഒക്കെ ഏകദേശം ഒരു ഡിസൈൻ, എവിടെയൊക്കെയോ ഡിസൈൻസിൽ സാമ്യം നല്ലോണം നമുക്ക് ഫീൽ ചെയ്യും കാണുമ്പോൾ. ഈ കണ്ടതിന് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ഹുമയൂൺ തോമ്പ് ഒരു രക്ഷയില്ല. പക്ഷെ ഞങ്ങൾ പോയപ്പോൾ തന്നെ ലേറ്റ് ആയതുകൊണ്ട് കുറേ ടൈമിന് ഞങ്ങൾക്ക് അതിനുള്ളിൽ നിൽക്കാൻ പറ്റിയിട്ടില്ല. പെട്ടെന്ന് ഞങ്ങളെല്ലാം കണ്ടിട്ട് ഇറങ്ങുക ചെയ്തത്. ഇവിടുന്ന് ഞങ്ങൾ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ ഇഷ്ടംപോലെ എടുത്തിട്ടുണ്ട്. ഇവിടുന്ന് എടുത്തത് കണ്ടോ, ആ നടന്ന് പോകുമ്പോൾ ആ വ്യൂ തന്നെ കാണുമ്പോൾ ഒരു രക്ഷയില്ല മക്കളെ. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. നല്ല അടിപൊളിയായിരുന്നു. അന്ന് കണ്ടതിൽ ഏറ്റവും ഇഷ്ടമായത് ഈ ഒരു പ്ലേസാണ്, ഹുമയൂൺ തോമ്പ്. മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഹുമയൂൺ തോമ്പ് ഒരു വേറെ ലെവലാണ്. പിന്നെ താജ്മഹലാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. പക്ഷെ ഹുമയൂൺ തോമ്പ് കണ്ടപ്പോൾ അതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ. രക്ഷയിലായിരുന്നു. പക്ഷെ കുറേ ടൈം ഞങ്ങൾക്ക് നിൽക്കാൻ പറ്റിയില്ല എന്നുള്ളൊരു സങ്കടമുണ്ട്. അവിടെ കണ്ടില്ലേ ഈ വെള്ളം ചാട്ടണ പോലത്തെ ഒരു സാധനം. ഞങ്ങൾ പോയപ്പോൾ ഒരു ഈവനിങ് 5 മണി ആയിട്ടുണ്ട്. ഇങ്ങോട്ടൊക്കെ പോകുമ്പോൾ നേരത്തെ പോവുകയാണ് ചെയ്യേണ്ടത്. 5 മണിയൊക്കെ ആയാൽ കൂടുതൽ ടൈം നമുക്ക് നിൽക്കാൻ പറ്റില്ല. കുറേ സമയം നിന്ന് കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ വേഗം നേരത്തെ പോകണം. അപ്പോഴാണല്ലോ കൂടുതൽ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അതിന് ഞങ്ങൾ പോയി. ഇവിടെ എന്ന് പറയുന്നത് ഹുമയൂണിൻ്റെ ഒക്കെ മക്ബറ, കുറേ മക്ബറകളുണ്ട്. ആരതൊക്കെ എനിക്കറിയില്ല. ഞങ്ങൾ ഇങ്ങനെ കണ്ടു, കുറേ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു. ഞങ്ങൾ പോയപ്പോൾ ഇങ്ങനെ സെക്യൂരിറ്റി ഇങ്ങനെ വിസലടിക്കുന്നുണ്ട്. അതിന് ഉള്ളിലേക്ക് ഭയങ്കര ഇരുട്ടാട്ടോ. പക്ഷേ ഇങ്ങനൊരു ക്ലിപ്പ് എനിക്ക് കിട്ടിയിട്ടുള്ളൂ. മക്ബറ അത് ആരതൊക്കെ അറിയില്ല, ഞാൻ പറഞ്ഞല്ലോ. ഞാനൊരു വീഡിയോ അവിടെ നിന്ന് എടുത്തു. പിന്നെ ഞങ്ങൾ കുറേ വീഡിയോസൊക്കെ എടുത്തിരുന്നു ഞങ്ങൾ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി പോരാണ്. അപ്പുറത്തൊരു വീഡിയോ ആണിത്. പിന്നെ അവിടുന്ന് ഈ മദാമിനെ ഞങ്ങൾ കണ്ടു. അവർ ഞങ്ങളോട് ഫോട്ടോ വീഡിയോസൊക്കെ എടുക്കട്ടെ ചോദിച്ചു. അങ്ങനെ ഞങ്ങൾ ഫോട്ടോസും വീഡിയോസൊക്കെ അവരെ കൂടെ കുറച്ചെടുത്തിട്ടുണ്ട്. അവർ ഞങ്ങൾ അടുത്തേക്ക് വന്ന് ചോദിച്ചതാണ്. ഞങ്ങൾ തിരിച്ച് റൂമിലേക്ക് പോവുകയാണ്. അവിടുന്ന് ഞങ്ങൾ ഫുഡ് കഴിച്ചു. ഇതായിരുന്നു അന്നത്തെ ഫുഡ്. കുഴപ്പമില്ലായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് കുറച്ച് IV എല്ലാതിൻ്റെ ക്ലാസ്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോഴാണ് ഈ സോൺ പാപ്പടി കിട്ടിയത്. അപ്പോൾ അത്രേ ഉള്ളൂ.